നമസ്കാരം. എല്ലാവർക്കും കുമാർ കണക്റ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ശനി രാശി മാറിയിരിക്കുകയാണ്. 2025 മാർച്ച് 29 മാറിയ ശനി എല്ലാ രാശിക്കാർക്കും ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നതാണ്. എന്നിരുന്നാലും ഈ ഒരു ശനിയുടെ മാറ്റം അത്ര കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. പലരും ശനിയുടെ മാറ്റത്തെ ഭയപ്പാടോടെയാണ് കാണുന്നത്. കാരണം ഈ ഒരു ശനി മാറ്റം എന്ന് പറയുന്നത് മീനം രാശിയിലേക്കാണ് ശനിയുടെ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. 30 വർഷങ്ങൾക്ക് ശേഷമാണ് മീനൻ രാശിയിലേക്ക് ശനി വരുന്നത്. മീനൻ രാശി എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ക്ഷേത്രമായതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ശനി അത്ര കണ്ട് ആരെയും ദോഷം ചെയ്യില്ല. കൂടാതെ ഈ ശനി എന്ന് പറയുന്നത് ആയുർകാരകനും കർമ്മകാരകനുമാണ്. നമ്മൾ നല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ല ഫലങ്ങളായിരിക്കും ശനിദേവൻ തരുന്നത്. നവഗ്രഹങ്ങളുടെ ഏറ്റവും ശക്തമായ ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ശനിയുടെ മാറ്റത്തെ ആരും ഭയപ്പെടേണ്ടതില്ല. എന്നിരുന്നാലും ചിങ്ങം രാശിക്കാരുടെ ഈ ഒരു ശനിമാറ്റം വിശകലനം ചെയ്യുമ്പോൾ ഇവർക്ക് അഷ്ടമത്തിലേക്കാണ് ശനി മാറിയിരിക്കുന്നത്. അതായത് ചിങ്ങം രാശിക്കാർക്ക് 6, 7 ഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ശനി ഇവരുടെ 8ാം ഭാവത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. പൊതുവെ അഷ്ടമത്തിലേക്ക് വരുന്ന ശനി അഷ്ടമശനി എന്നാണ് പറയുന്നത്. ആരോഗ്യകാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കുറച്ച് മുൻകരുതലുകളൊക്കെ എടുത്ത് മുൻപോട്ട് പോയാൽ മാത്രം മതി. ഈ അഷ്ടമശനി വന്നു എന്ന് വെച്ച് ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പല ജ്യോതിഷരും അഷ്ടമശനി വന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമെന്നൊക്കെ പറയുമെങ്കിലും അഷ്ടമശനി വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ബോഡിയെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. കുറച്ചും കൂടി ഫിസിക്കലി നമ്മൾ നല്ല രീതിയിൽ മാറ്റാൻ നോക്കും. കാരണം ജീവിതശൈലി രോഗങ്ങളൊക്കെ വരുമെന്ന ഭയത്താൽ നമ്മൾ ബോഡിയെ നല്ല രീതിയിൽ മാറ്റിയെടുക്കും. ഇതൊക്കെയാണ് ഈ ശനി അഷ്ടമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ കുറച്ച് പഞ്ച്വാലിറ്റിയെ കീപ്പ് ചെയ്യണം. കുറച്ച് ഡിസിപ്ലിനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ശനി നമ്മളെ കുറച്ച് ഡിസിപ്ലിനൊക്കെ ആക്കിത്തരും. അങ്ങനെയാണ് ശനിയുടെ മാറ്റം പൊതുവെ ഈ അഷ്ടമത്തിൽ വരുമ്പോൾ സംഭവിക്കുന്നത്. ഇത് ചെയ്യാതെ പോകുന്നവർക്കാണ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പഞ്ച്വാലിറ്റിയിൽ നല്ല രീതിയിലൊക്കെ എക്സസൈസൊക്കെ ചെയ്ത് അവരുടെ കാര്യങ്ങളും കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ദോഷവും ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ശനി നിങ്ങൾക്ക് അനുഗ്രഹം തന്നെ ഉണ്ടാവുകയുള്ളൂ. ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വ്യക്തമായ അല്ലെങ്കിൽ കൃത്യമായ പരിഹാരങ്ങളൊക്കെ നേടി മുമ്പോട്ട് പോയാൽ മാത്രം മതി. വലിയ അസുഖങ്ങളൊന്നും വരാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം മീനൻ രാശിയിലേക്ക് വന്ന ശനി ആയതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ കാലയളവിൽ നിങ്ങളുടെ കടങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാനൊക്കെ സാധിക്കുന്ന സമയമാണ്. കുടിശ്ശികയെടുത്ത വായ്പകളൊക്കെ കുറേശ്ശെയായിട്ട് തിരിച്ചടയ്ക്കാനുള്ള സാധ്യതകളൊക്കെ വരും. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കുറച്ച് സ്ട്രഗിളൊക്കെ കുറയുമെങ്കിലും നിങ്ങൾ കൃത്യമായി എല്ലാം പാലിച്ച് മുമ്പോട്ട് പോകണം. എല്ലാ കാര്യങ്ങളും വളരെ ദൃഢനിശ്ചയമെടുത്ത് മുമ്പോട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു ശനിമാറ്റം നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുത്തുകയില്ല. മറിച്ച് നിങ്ങൾക്കൊരു പുതിയൊരു ജീവിതം തന്നെയായിരിക്കും ചിങ്ങൻ രാശിക്കാർക്ക് നൽകാൻ പോകുന്നത്. അല്ലാതെ ശനി നമുക്ക് ദോഷം ചെയ്യും എന്ന് ചിന്തിച്ച് ആരും മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പങ്കാളിയുടെ കുടുംബക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. കാരണം ശനി 10, 2, 5 ഭാവങ്ങളെ കൂടിയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. തൊഴിൽപരമായ ഏറ്റക്കുറച്ചിലൊക്കെ ചെറിയ രീതിയിൽ കാണും. അതായത് ചെറിയ രീതിയിലൊക്കെ അവിടെ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും നിങ്ങൾ മേലുദ്യോഗസ്ഥരുമായിട്ട് നല്ല രീതിയിലൊരു ബന്ധം പുലർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അതുവഴി നിങ്ങൾ കരിയറിലൊക്കെ നല്ല രീതിയിൽ സാധ്യതകളൊക്കെ കരിയറിലൊക്കെ നല്ല ഉയർച്ചകളൊക്കെ ലഭ്യമാകും. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതായിട്ട് ഞാൻ വരുമെന്ന് സൂചിപ്പിച്ചല്ലോ. അപ്പം നല്ല രീതിയിൽ അതിനുവേണ്ട കെയർ എടുത്ത് മുമ്പോട്ട് പോയാൽ മാത്രം മതി.